അനിമൽ പ്ലാനറ്റ് കാണുന്നവരൊക്കെയും ഒരിക്കലെങ്കിലും ചിന്തിച്ചു കാണും, സിംഹങ്ങളും കഴുതപ്പുലികളും തമ്മിൽ എന്തെങ്കിലും മുജ്ജന്മ ശത്രുതയുണ്ടോ? ശക്തിയിൽ സമന്മാർ അല്ലെങ്കിലും ഈ രണ്ട് ജീവിവർഗം എന്തിനിങ്ങനെ പരസ്പരം പോരടിക്കുന്നു? ഇവരുടെ ജീവിതക്രമത്തിലെ ചില കൗതുകങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? കാട്ടിൽ അതിജീവനത്തിനായി പോരാട്ടം നടത്തുന്ന രണ്ട് ജീവികളാണ് സിംഹവും മറ്റൊന്ന് കഴുതപ്പുലികളും അഥവാ ഹൈനകളും. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് അനുസൃതമായി ഇവയ്ക്ക് രണ്ട് വികാരങ്ങൾ നൽകാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. മനുഷ്യന്റെ ത്രാസിൽ കൂട്ടിയും കുറച്ചുമൊക്കെയാകും നമ്മൾ അത് ചെയ്യുക. എന്നാൽ മൃഗങ്ങൾക്കിടയിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന, അതിജീവനത്തിന് പരസ്പരം പോരടിക്കുന്ന രണ്ട് മൃഗങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിംഹവും കഴുതപ്പുലിയും. നമുക്ക് ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് കടക്കാം. സിംഹത്തെ പറ്റി ഒരു വിശേഷണത്തിന്റെ ആവശ്യകതയില്ലെന്നറിയാം. കാരണം ശൗര്യത്തിന്റെ രാജകീയ പ്രൗഢി മനുഷ്യരെന്നും കൽപ്പിച്ചു നൽകിയ ജീവിവർഗമാണ് സിംഹം. സസ്തനികളിലെ ഫെലിഡെ കുടുംബത്തിലെ പാന്തറ ജനുസിൽ ഉൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം. ശാസ്ത്രീയ നാമം പാന്തറ ലിയോ എന്നാണ്. ഇതിൽ നിന്നാണ് ലയൺ എന്ന പേര് പോലും ഇവയ്ക്ക് ലഭിക്കുന്നത്. വലിയ പൂച്ചകൾ എന്നറിയപ്പെടുന്ന 4 ജീവികളിൽ ഒന്നാണ് സിംഹം. 272 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സിംഹങ്ങൾ മാർജാര വർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത്. ഏഷ്യയിൽ ഇപ്പോഴുള്ളത് ഇന്ത്യയിലെ ഗീർ വനത്തിലുള്ള വളരെ കുറച്ച് സിംഹങ്ങൾ മാത്രമാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അധിവസിച്ചിരുന്ന വലിപ്പമുള്ള സസ്തനി സിംഹമായിരുന്നു എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണും. ആഫ്രിക്കയുടെയും യൂറേഷ്യയുടെയും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പടിഞ്ഞാറൻ യൂറോപ്പ് മുതൽ ഇന്ത്യ വരെയും അമേരിക്കയിൽ യൂക്കോൺ മുതൽ പെറു വരെയും സിംഹങ്ങൾ വസിച്ചിരുന്നു. വനത്തിൽ സിംഹങ്ങൾക്ക് 10 മുതൽ 14 വർഷം വരെയാണ് ജീവിതകാലം. എന്നാൽ മൃഗശാലയിലും അതുപോലുള്ള മറ്റു കൂട്ടിലിട്ട് വളർത്തുന്ന സാഹചര്യങ്ങളിലും 20 വർഷം വരെ സിംഹങ്ങൾ ജീവിക്കാറുണ്ട്. സവേനകൾ എന്നറിയപ്പെടുന്ന പുൽമേടുകളിലാണ് സിംഹങ്ങൾ കൂടുതൽ വസിക്കുന്നത്. ഇവയോട് ചേർന്ന് കിടക്കുന്ന കുറ്റിക്കാട് പ്രദേശങ്ങളും സിംഹങ്ങൾ വിഹരിക്കാൻ തിരഞ്ഞെടുക്കാറുണ്ട്. സിംഹങ്ങൾ സമൂഹ ജീവികളാണ്. സിംഹക്കൂട്ടത്തെ പ്രൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് സിംഹങ്ങളെ മറ്റു ജീവികളിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുന്നത്. പെൺസിംഹങ്ങളും സിംഹക്കുട്ടികളും വളരെ കുറച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹങ്ങളും അടങ്ങിയതാണ് ഒരു പ്രൈഡ്. പെൺസിംഹങ്ങൾ കൂട്ടമായി വേട്ടയാടുന്നു. പ്രകൃതിയിലെ പ്രധാനപ്പെട്ട വേട്ടയാടുന്ന മൃഗങ്ങളിൽ ഉൾപ്പെട്ട സിംഹം സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ല. എങ്കിലും ചില സാഹചര്യങ്ങളിൽ സിംഹങ്ങൾ നരഭോജികളായി മാറാറുമുണ്ട്. പരിക്കോ മറ്റ് അവശതകൾ മൂലമോ സാധാരണ ഇരകളെ പിടിക്കാൻ പറ്റാതാവുമ്പോഴാണ് ഇവ നരഭോജികളാവുന്നത്. പ്രായമാകുന്നതോടെ ആൺസിംഹങ്ങൾ പ്രൈഡിൽ നിന്ന് പുറത്താകും. നിലനിൽപ്പ് അപകടകരമായ മൃഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ജീവി കൂടിയാണ് സിംഹം. കഴിഞ്ഞ 2 ദശാബ്ദം കൊണ്ട് സിംഹങ്ങളുടെ എണ്ണം 30% മുതൽ 50% വരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് കണക്കുകൾ. സംരക്ഷിത വനപ്രദേശങ്ങൾക്കും ദേശീയോദ്യാനങ്ങൾക്കും പുറത്ത് സിംഹങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവാണ്. സിംഹങ്ങളുടെ എണ്ണം കുറയുന്നതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വെളിവായിട്ടില്ലെങ്കിലും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടലും വേട്ടയാടലുമാണ് പ്രധാന കാരണമെന്ന് കരുതുന്നു. മനുഷ്യന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സിംഹത്തോട് വലിയ ഫാസിനേഷൻ ഉണ്ടായിരുന്നു. റോമ സാമ്രാജ്യത്തിൽ വളരെയധികം സിംഹങ്ങളെ കൂട്ടിലടച്ച് വളർത്തിയിരുന്നു. ഗ്ലാഡിയേറ്റർമാരുമായി പൊരുതാനായിരുന്നു ഇത്. വലിയ കുറ്റങ്ങൾ ചെയ്തവരെ സിംഹങ്ങൾക്ക് ഭക്ഷണമായി നൽകുന്ന ശിക്ഷാരീതിയും അവിടെ നിലവിലുണ്ടായിരുന്നു. ഏഷ്യൻ ഉപവർഗത്തിൽപ്പെട്ട സിംഹങ്ങളുടെ എണ്ണം വളരെ കുറയാൻ ഇത് കാരണമായി. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മൃഗശാലകൾ ഏഷ്യൻ ഉപസിംഹവർഗങ്ങളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ പലതരം പ്രജനന പരിപാടികൾ നടത്തുന്നുണ്ട്. ആൺസിംഹത്തിനുള്ള സട പെൺസിംഹത്തിൽ നിന്നും ആണിനെ വ്യത്യസ്തനാക്കുന്നു. മനുഷ്യ സംസ്കാരത്തിൽ സിംഹം, പ്രത്യേകിച്ച് സിംഹത്തിന്റെ തല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു അടയാളമാണ്. പുരാതന കാലത്തുള്ള ഗുഹാചിത്രങ്ങൾ ഇതിന് തെളിവ് നൽകുന്നുണ്ട്. സാഹിത്യത്തിലും ശില്പങ്ങളിലും ചിത്രങ്ങളിലും ചലച്ചിത്രങ്ങളിലും ദേശീയ പതാകകളിലും സിംഹത്തെ പലതരത്തിൽ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യയിൽ കടുവ ദേശീയ മൃഗമാകുന്നതിന് മുൻപ് സിംഹമായിരുന്നു ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ 4 സിംഹങ്ങളെ കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കഴുതപ്പുലികളെ അഥവാ ഹൈനകളെ പരിചയപ്പെടാം. ഹൈനകൾ നായവർഗത്തിൽപ്പെടുന്ന ജീവികളാണെന്നാണ് പലരുടെയും ധാരണ. രൂപത്തിലും സ്വഭാവത്തിലും നായകളുമായി ഹൈനകൾക്ക് സാമ്യമുണ്ടെങ്കിലും നായയുമായി ഒരു ബന്ധവും ഇവയ്ക്കില്ല. ഹയാനിഡെ എന്ന ജന്തു കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ നാമമാണ് ഹൈന. ഇതിനെ കഴുതപ്പുലി എന്നും വിളിക്കാറുണ്ട്, അത് നമുക്കറിയാമല്ലോ. മുഖ്യമായും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പരിസ്ഥിതി വ്യൂഹങ്ങളിലും ഭക്ഷ്യ ശൃംഖലകളിലും അനുപമവും അതിപ്രാധാന്യവുമുള്ള ഒരു പങ്ക് വഹിക്കുന്ന ജന്തു സമൂഹമാണ് കഴുതപ്പുലികളുടേത്. കാർണിവോറ എന്ന നിരയിലെ 4ാമത്തെ ചെറിയ കുടുംബമാണ് ഇവയുടേത്. വംശീയമായി മാർജാരന്മാരോടും വെരുകുകളോടും അടുത്തു നിൽക്കുന്നുവെങ്കിലും ഇര തേടുന്ന വിധം, സാമൂഹ്യക്രമം തുടങ്ങിയ കാര്യങ്ങളിൽ നായവർഗത്തോടാണ് ഇവയ്ക്ക് സാമ്യതകളുള്ളത്.
ഇരകളെ ആക്രമിക്കാൻ നഖങ്ങൾക്ക് പകരം പല്ല് ഉപയോഗിക്കുന്നവരാണ് ഇവർ. പതുങ്ങി നിന്ന് കുതിച്ചു ചാടി ആക്രമിക്കുന്നതിന് പകരം തെരഞ്ഞു പിടിച്ചും ചുറ്റിവളഞ്ഞും ഓടിപ്പിടിച്ച് കീഴ്പ്പെടുത്തി ഇരകളെ ആക്രമിക്കാൻ നഖങ്ങൾക്ക് പകരം പല്ല് ഉപയോഗിക്കുന്നവരാണ് ഇവർ. പതുങ്ങി നിന്ന് കുതിച്ചു ചാടി ആക്രമിക്കുന്നതിന് പകരം തെരഞ്ഞു പിടിച്ചും ചുറ്റിവളഞ്ഞും ഓടിപ്പിടിച്ച് കീഴ്പ്പെടുത്തി ഇരകളെ ആക്രമിക്കുന്നതാണ് ഇവയുടെ പ്രത്യേകത. ഇതൊക്കെ തന്നെയാണ് ഇവയെ ശ്വാനവർഗത്തോട് അടുപ്പിക്കുന്നത്. ബലമുള്ള പല്ലുകളും കീഴ്ത്താടിയല്ലുമാണ് കഴുതപ്പുലികൾക്കുള്ളത്. എല്ലുകൾ വരെ കടിച്ചു മുറിക്കാൻ പോന്നവയാണ് ഇവ. മിക്ക കഴുതപ്പുലി വർഗത്തിലും ആൺ കഴുതപ്പുലിയാണ് പെൺ കഴുതപ്പുലികളെ അപേക്ഷിച്ച് വലിപ്പമേറിയവ. കഴുതപ്പുലികളും സിംഹങ്ങളുമായി വർഷങ്ങളായി പോരാട്ടമുണ്ട്. ഇത് അതിജീവനത്തിന്റെ പോരാട്ടമാണെന്ന് മാത്രം. ആഫ്രിക്കൻ പുൽമൈതാനങ്ങളിൽ മാത്രമാണ് സിംഹങ്ങളും ഹൈനകളും ഒന്നിച്ചു വസിക്കുന്നത്. ഇന്ത്യയിലും ഹൈനകൾ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ട്രിപ്ഡ് ഹൈനകളാണ്. സ്പോട്ടഡ് ഹൈനകൾ ആഫ്രിക്കയിൽ മാത്രമാണ് വസിക്കുന്നത്. മറ്റു വിഭാഗക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ കൂട്ടമായാണ് ജീവിക്കുന്നത്. വളരെ ദൃഢമായ സാമൂഹിക ജീവിതത്തിന് ഉടമകളാണിവർ. ക്ലാൻ എന്നാണ് ഓരോ കൂട്ടത്തെയും വിളിക്കുക. ഓരോ ക്ലാനിലും 20 മുതൽ 80 മെമ്പേഴ്സ് വരെ ഉണ്ടാകും. പെൺ ഹൈനകളായിരിക്കും ക്ലാനിനെ നിയന്ത്രിക്കുക. വലിപ്പവും പെണ്ണുങ്ങൾക്ക് തന്നെയായിരിക്കും കൂടുതൽ. ഓരോ ഹൈനയ്ക്കും ക്ലാനിൽ പ്രത്യേക റാങ്കിംഗ് ഉണ്ടായിരിക്കും. ആണുങ്ങളുടെ സ്ഥാനം ഏറ്റവും താഴെയായിരിക്കും. ഇതൊക്കെയാണ് ഹൈനയുടെ പൊതുവെയുള്ള പ്രത്യേകതകൾ. ഇനി ലയൺ വേഴ്സസ് ഹൈന പോരാട്ടത്തിൽ ആരായിരിക്കും ജയിക്കുക എന്ന് നോക്കാം. ആഫ്രിക്കൻ വനങ്ങളിലെ ആൽഫ പ്രൊഡേറ്റർ സിംഹങ്ങളാണ്. സിംഹങ്ങൾ പിടിക്കാത്ത ഇരകളോ അവരെ ഭയക്കാത്ത മൃഗങ്ങളോ അവിടെയില്ല. എന്നാൽ ഹൈനകൾ ഒരു ആൽഫ പ്രൊഡേറ്റർ അല്ലെങ്കിലും സിംഹങ്ങൾക്ക് ശേഷം ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേട്ടക്കാരിൽ ഒരാളാണ്. ഇത് തന്നെയാണ് ഇവരെ തമ്മിലടിപ്പിക്കുന്ന ഒരു കാര്യവും. ഇരകൾക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഇരു കൂട്ടരുടെയും. ഹൈനകളും സിംഹങ്ങളും മാത്രമല്ല ഈ വൈര്യം വെച്ച് പുലർത്തുന്നത് എന്നോർക്കണം. പുലി, ചീറ്റ, വൈൽഡ് ഡോഗ്സ് എന്നിവയൊക്കെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇവരിൽ പ്രബലർ സിംഹങ്ങളായതുകൊണ്ട് തന്നെ ഇവരിൽ ആരെ കണ്ടാലും കൊല്ലുന്ന രീതി സിംഹത്തിനുണ്ട്. മത്സരം ഒഴിവാക്കുന്നതിനാണ് സിംഹം ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഹൈന ഒഴികെയുള്ള ജീവികളൊക്കെ തന്നെ സിംഹത്തെ കാണുമ്പോൾ ഒരു ഏറ്റുമുട്ടൽ ഭയന്ന് ഇരയെ ഒഴിവാക്കി സ്വന്തം ജീവൻ രക്ഷിക്കും. എന്നാൽ ഹൈന ഇതിൽ നിന്നും എത്രയോ വ്യത്യസ്തരാണ്. ചില സന്ദർഭങ്ങളിൽ അവർ സിംഹങ്ങളുമായി ശക്തമായി ഏറ്റുമുട്ടാറുണ്ടെന്ന് മാത്രമല്ല പലപ്പോഴും വിജയിക്കാറുമുണ്ട്. അതെങ്ങനെയാണെന്ന് ചിന്തിക്കുകയായിരിക്കും അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഒന്ന് കൂട്ടി വായിച്ചാൽ ഹൈനയുടെ ഈ വിജയരഹസ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. വേട്ടയാടി തന്നെയാണ് ഹൈനകൾ തങ്ങൾക്ക് വേണ്ട ഭക്ഷണത്തിന്റെ ഏറിയ പങ്കും കണ്ടെത്തുന്നത്. എന്നാൽ വലിയ സമൂഹമായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ പലപ്പോഴും സിംഹങ്ങളുടെ ഇരയെയും മോഷ്ടിക്കാറുണ്ട്. അതിനുള്ള പ്രാഗൽഭ്യവും ഇവയ്ക്കുണ്ട്. കാരണം സിംഹം ഹൈന പോരാട്ടത്തിൽ സിംഹം വിജയിക്കണമെങ്കിൽ ഹൈനയുടെ കഥ കഴിയണം. എന്നിട്ടും സിംഹത്തോട് ഏറ്റുമുട്ടാൻ തക്ക ധൈര്യം ഇവർക്ക് എവിടുന്ന് വന്നു എന്നല്ലേ പറയാം. മാംസം മാത്രമല്ല, കട്ടിയുള്ള എല്ലുകൾ കടിച്ചു പൊട്ടിച്ച് മജ്ജയും അസ്ഥികളും തോലും രോമവും വരെ അകത്താക്കുന്നവരാണ് ഇവർ. ശക്തമായ ബൈറ്റ് ഫോഴ്സും ഇതെല്ലാം ദഹിപ്പിക്കാൻ പോകുന്ന ശക്തമായ ദഹന വ്യവസ്ഥയും ഹൈനകൾക്കുണ്ട്. ചീഞ്ഞ മാംസം പോലും ഇവർ അകത്താക്കും. അതുകൊണ്ട് തന്നെ ഹൈനകളെ സ്കാവഞ്ചേഴ്സ് ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിംഹങ്ങൾ വേട്ടയാടി കഴിഞ്ഞാൽ അവർ വളരെ സമയമെടുത്ത് മാത്രമേ ഭക്ഷണം കഴിക്കൂ. ഭക്ഷണത്തിന് ദൗർലഭ്യമുള്ളപ്പോഴോ വളരെ ചെറിയ ഇരകളെ പിടിക്കുമ്പോഴോ മാത്രമേ ഇതിന് വിപരീതമായി സംഭവിക്കാറുള്ളൂ. സാധാരണഗതിയിൽ സിംഹങ്ങൾക്ക് മറ്റു ജീവികളെയൊന്നും ഭയപ്പെടേണ്ടതില്ലാത്തതിനാൽ ആവശ്യത്തിന് സമയമെടുത്ത് മെല്ലെയാണ് അവർ ഭക്ഷിച്ചു തുടങ്ങുക. കഴിക്കുന്നതിനിടയ്ക്ക് ഇടവേളകളെടുത്ത് വിശ്രമിക്കുകയും ചെയ്യും. ഈ സമയത്താണ് കുറുനരികൾ, കഴുകന്മാർ തുടങ്ങിയ സ്കാവഞ്ചേഴ്സ് ഒക്കെ സംഭവ സ്ഥലത്ത് എത്തിച്ചേരാറുള്ളത്. മികച്ച കേൾവി ശക്തി ഉള്ളത് കൊണ്ട് തന്നെ കാട്ടിൽ ആരെങ്കിലും ഇര പിടിച്ചിട്ടുണ്ടോ എന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാലും ഇവയ്ക്ക് മനസ്സിലാവും. കൂടാതെ കഴുകന്മാരുടെ സാന്നിധ്യവും ഇതിന് സഹായിക്കും. ഇതോടെ സിംഹത്തിന്റെ ഭക്ഷണം തട്ടിപ്പറിക്കണമെന്നായിരിക്കും ഇവയുടെ ചിന്ത. പക്ഷെ നെഞ്ചു വിരിച്ച് സിംഹത്തോട് മുട്ടാൻ ഇവയ്ക്കാവില്ല. കരുത്തിൽ സിംഹത്തിനോട് മുട്ടി നിൽക്കാൻ കഴിയാത്ത ഇവ പക്ഷേ ബുദ്ധി സാമർഥ്യം കൊണ്ട് കഥ മാറ്റി എഴുതാറുണ്ട്. സാധാരണ വേട്ടയാടലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പെൺസിംഹങ്ങളാണ്. അതുകൊണ്ട് ആൺ സിംഹങ്ങളോട് മുട്ടാൻ ഭയമായതുകൊണ്ട് തന്നെ പെൺസിംഹങ്ങളോട് ഇവ തല്ലുകൂടാറുണ്ട്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായി. അപ്പോഴേക്കും ഹൈനകൾ കൂട്ടാളികളെ വിളിച്ചു വരുത്തും. അതിനായി പലതരം ശബ്ദങ്ങൾ ഇവർ പുറപ്പെടുവിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹൈന ലാഫിംഗ്, ചിരിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. പേടിയുള്ളപ്പോഴോ മറ്റ് ഹൈനകളുടെയോ സിംഹങ്ങളുടെയോ അറ്റാക്ക് ഉണ്ടാകുമ്പോഴോ ഭക്ഷണത്തിന് വേണ്ടി ആക്രമണം ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇവർ ഇത്തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇവയുടെ ചിരിക്ക് മനുഷ്യന്റെ ചിരിയുമായി സാമ്യമുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി സിംഹത്തെ വളയും. സിംഹത്തെ കടിച്ചാൽ സിംഹം പ്രതികരിക്കും. അങ്ങനെ ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് സിംഹത്തെ നീക്കി അത് തിന്നുകയാണ് ഇവരുടെ രീതി.
ചിലപ്പോൾ ഈ സമയത്ത് സിംഹത്തിന്റെ ആക്രമണത്തിൽ ഇവ കൊല്ലപ്പെട്ടു എന്ന് വരാം. വലിയൊരു ശതമാനം ഹൈനകളുടെ മരണത്തിനും കാരണം സിംഹങ്ങളാണ്, പ്രത്യേകിച്ചും ആൺ സിംഹങ്ങൾ. ഹൈന കുട്ടികളെ പോലും സിംഹങ്ങൾ വെറുതെ വിടാറില്ല. അതുപോലെ തന്നെ സിംഹക്കുട്ടികളെ ഹൈനകളും കൊല്ലാറുമുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും പ്രകൃതിയുടെ താളം നിലനിർത്താൻ സിംഹങ്ങളും കഴുതപ്പുലികളും ശത്രുക്കളായി തന്നെ തുടരട്ടെ. ആ പോരാട്ടങ്ങൾക്കിടയിലാണ് വന്യതയുടെ സൗന്ദര്യവും കാടിന്റെ നീതിയും ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന് വേട്ടക്കാരനാകുമ്പോൾ മറ്റൊന്ന് അവസരം കാത്തിരിക്കുന്ന അതിജീവനത്തിന്റെ പ്രതീകമാകുന്നു. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.